വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകങ്ങളിൽ സയൻസ് ഭാഗങ്ങളിലെ കുറച്ച് ബോക്സുകളും അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ക്ലാസ്സിൽ കൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചാപ്റ്ററാണ് ആഹാരത്തിലൂടെ ആരോഗ്യം. അപ്പോൾ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മെയിൻ ടോപ്പിക്ക് മാത്രം കവർ ചെയ്ത് പോകാം. ഇവിടെ ഒരു ബോക്സിൽ നമ്മുടെ ആരോഗ്യം എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുന്നത് ആഹാരമാണ്. നമ്മുടെ വളർച്ചയും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകമാണ് പോഷകങ്ങൾ. ഇവ നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങളാണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വൈറ്റമിൻസ്, ധാതുക്കൾ തുടങ്ങിയവ. ജലം ഒരു പോഷക ഘടകമല്ലെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ ആവശ്യപ്പെട്ട പ്രധാന ഒരു പദാർത്ഥമാണ്. ഭക്ഷ്യവസ്തുക്കളിൽ കാണുന്ന നാരുകളും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാ ആഹാരങ്ങളിലും എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല. അതിനാൽ നാം പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കുന്നു. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ്, കഴിക്കുന്ന സമയം, വൈവിധ്യം, ഗുണമേന്മ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കണം. ഇത് ജസ്റ്റ് ഒരു ആരോഗ്യത്തിനെ പറ്റിയിട്ട് ചെറിയൊരു കാര്യങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഇനി കാർബോഹൈഡ്രേറ്റ് എന്താണ്? ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം പ്രധാനമായും ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നു. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? അന്നജമാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ്? അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, അവിടെ നിന്ന് കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നു. അതുപോലെ തന്നെ ധാന്യങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളിലും എന്താണ്? അന്നജമാണ് കൂടിയ അളവിൽ അടങ്ങിയിരിക്കുന്നത്. അയഡിൻ ടെസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. അന്നജത്തിൻ്റെ അളവ് കണ്ടുപിടിക്കാനായിട്ടാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു കളറ് മാറ്റമുണ്ട്, നിറം മാറ്റമാണ് എൻ്റെ റിസൾട്ടായിട്ട് വരിക. അപ്പോൾ 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ഒന്നിൽ അല്പം പാലും രണ്ടാമത്തേതിൽ അല്പം കഞ്ഞിവെള്ളം എടുക്കുക. ഓരോന്നിലും 2-3 തുള്ളി അയഡിൻ ലായനി ചേർക്കുന്നു. അപ്പോൾ അയഡിൻ ലായനി ചേർത്തപ്പോൾ 2 ടെസ്റ്റ് ട്യൂബിലും ഉള്ള ദ്രാവകത്തിൻ്റെ നിറത്തിൽ വന്ന മാറ്റം എന്താണ് എന്നുള്ളതാണ്. അതാണ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത്. അതായത് എന്താവും? ഒരു ബ്ലൂ കളറ് വരും. അന്നജം അയഡിനുമായി ചേരുമ്പോൾ ഇരുണ്ട നീല നിറമുണ്ടാകുന്നു. അന്നജത്തിൻ്റെ അളവനുസരിച്ച് ഈ ഒരു നീല നിറത്തിൻ്റെ കാഠിന്യത്തിൽ വ്യത്യാസമുണ്ടാകും. അപ്പോൾ അതാണ് അതിൻ്റെ റിസൾട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ അന്നജത്തിൻ്റെ അളവ് അല്ലെങ്കിൽ അന്നജം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ്. റിസൾട്ട് എന്താണ്? അതിൻ്റെ ആ ഒരു ലായനിയുടെ കളറ് ചേഞ്ച് ആവുന്നു, നീല നിറം ഉണ്ടാകുന്നു. ഇനി മില്ലറ്റ്സ് ആണ്, ചെറുധാന്യങ്ങൾ. പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ. അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ, വൈറ്റമിൻ, ധാതു ലവണങ്ങൾ എന്നിവ ഇവയിലുണ്ട്. നാരുകളാൽ സമ്പന്നമായ ചെറുധാന്യങ്ങൾ ദഹന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മുൻകാലങ്ങളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമുള്ള ഭക്ഷണമായിട്ടാണ് ഇവ ഉപയോഗിച്ച് വന്നിരുന്നത്. ഇവയുടെ പോഷകമൂല്യം മനസ്സിലാക്കിയതോടുകൂടിയാണ് മനുഷ്യരും ആഹാരമായി ഉപയോഗിച്ചു തുടങ്ങിയത്. അപ്പോൾ ഏതൊക്കെയാണ് മില്ലറ്റ്സ് എന്ന് ചോദിച്ചാൽ റാഗി, ബജ്ര, തിന, ചോളം, ചാമ, ഇതൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി അടുത്തൊരു കാര്യം പ്രോട്ടീനെ കുറിച്ചിട്ട് പറയുന്നതാണ്. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായൊരു പ്രധാന പോഷക ഘടകമാണ് എന്ത്? പ്രോട്ടീൻ. പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. കൂടാതെ ഇവ ഊർജ്ജവും പ്രദാനം ചെയ്യുന്നു. പ്രോട്ടീൻ്റെ കുറവ് മൂലം എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാകുന്നു? ക്വാഷിയോർക്കർ, മരാസ്മസ് എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രോട്ടീനുള്ള കണ്ടൻറ്റുള്ള ഫുഡുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനിയാണ് ഫാറ്റ് അഥവാ കൊഴുപ്പ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവ പോലെ കൊഴുപ്പും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഒക്കെ എടുത്താൽ കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നത് എന്തിൽ നിന്നാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഒരു പരീക്ഷണം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്കിപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓരോ കൊളസ്ട്രോൾ എന്താണ്, വൈറ്റമിൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വായിക്കാം. കൊളസ്ട്രോൾ. കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു. എന്താണ് കാരണം ചോദിച്ചാൽ കൊഴുപ്പിൻ്റെ രൂപമാണ് കൊളസ്ട്രോൾ. മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണെന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതാണ് ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാവുന്നത്.
വിറ്റമിനുകൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനുമൊക്കെ ചെറിയ അളവിൽ ആവശ്യമുള്ള പോഷകങ്ങളാണ് വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒരു ടേബിൾ താഴെ കൊടുത്തിട്ടുണ്ട്. വൈറ്റമിൻ എ എന്താണ്? കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ പ്രാധാന്യമാണ് അല്ലേ. വൈറ്റമിൻ ബി ആണ് തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യം. വൈറ്റമിൻ സി ആണെങ്കിൽ പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും പ്രതിരോധ ശേഷിക്കുമാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഉപയോഗിക്കുന്നു. വൈറ്റമിൻ ഇ ആണെങ്കിൽ നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിനാണ്. വൈറ്റമിൻ കെ അറിയാം, നമുക്ക് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വൈറ്റമിൻ കെ യൂസ് ചെയ്യുന്നത്. വൈറ്റമിൻ ഡിയും ബി കോംപ്ലക്സും സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിനാണ് ഡി. ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്നും ഇത് ലഭിക്കുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായ ഒരു വൈറ്റമിനാണിത്. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥയാണ് കണ അഥവാ റിക്കറ്റ്സ്. വൈറ്റമിൻ ഡി ലഭിക്കുന്നതിനായി സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വൈറ്റമിൻസാണ് ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. 8 തരം ബി വിറ്റമിനുകളുടെ കൂട്ടമാണിത്. അപ്പോൾ 8 തരം ബി വിറ്റമിനുകളുടെ കൂട്ടത്തെ ബി കോംപ്ലക്സ് എന്ന് പറയുന്നു. ആരോഗ്യം നിലനിർത്തുന്നതിൽ വൈറ്റമിൻ ബി കോംപ്ലക്സ് നിർണായക പങ്ക് വഹിക്കുന്നു. കോശത്തിൻ്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ഈ ബി കോംപ്ലക്സ് ആവശ്യമാണ്. അപ്പോൾ ബി കോംപ്ലക്സ് എന്തിനൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, കോശത്തിൻ്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ബി കോംപ്ലക്സ് എന്താണ് ആവശ്യമാണ്. അധിക വായനയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഹീമോഗ്ലോബിനെ പറ്റി ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഇവ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു. രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിലെത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതും എന്താണ്? ഹീമോഗ്ലോബിൻ. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ ഫംഗ്ഷനാണത്. എന്താ? രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശത്തിലെത്തിക്കുക, അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് കൊണ്ടുപോകുന്നു. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥ എന്ത് പറയുന്നു? അനീമിയ എന്ന് പറയുന്നു. ഇനി എന്തൊക്കെയാണ് അപര്യാപ്തത രോഗങ്ങൾ നോക്കാം. വൈറ്റമിൻ എയുടെ അപര്യാപ്ത രോഗങ്ങളാണ് നിശാന്തത. ബിയുടെ ആണ് ഗ്ലോസിറ്റിസ്. ഇത് പുതിയൊരു വാക്കാണല്ലേ, അപ്പോൾ ഇത് ചോദിക്കാം. വിറ്റമിൻ ബിയുടെ അപര്യാപ്ത രോഗമാണ് ഗ്ലോസിറ്റിസ്. നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയുമാണ്, അതായത് വായ്പുണ്ണ്. ഇതൊക്കെയാണ് ഗ്ലോസിറ്റിസ്. അപ്പോൾ ഗ്ലോസ് വായ ഒരു കണക്ട് ചെയ്യുക. വൈറ്റമിൻ ബിയുടെ അപര്യാപ്ത രോഗമാണ് ഗ്ലോസിറ്റിസ്. വൈറ്റമിൻ സി മോണയിൽ നിന്നുള്ള രക്തസ്രാവം, അതാണ് സ്കർവി. വൈറ്റമിൻ ഡി നമുക്കറിയാം, കാണാം. നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത. നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കില്ല. ഇനി കുറച്ച് ധാതുക്കളുടെ അപര്യാപ്ത രോഗങ്ങളാണ്. അയണിൻ്റെ അപര്യാപ്ത രോഗമാണ് അനീമിയ അഥവാ വിളർച്ച. അയഡിൻ്റെ ആണെങ്കിൽ ഗോയിറ്ററാണ്. കാൽസ്യം ഓസ്റ്റിയോപൊറോസിസ്. കാൽസ്യത്തിൻ്റെ അപര്യാപ്ത രോഗം ഏതാണ്? ഓസ്റ്റിയോപൊറോസിസ് ആണ്. അപ്പോൾ എന്താണ് ഓസ്റ്റിയോപൊറോസിസ്? അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ്. അപ്പോൾ എന്താണ് അതിൻ്റെ റീസൺ? എന്താ? അസ്ഥികളുടെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലിൻ്റെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്നു, അല്ലെങ്കിൽ അസ്ഥിക്ഷയം, എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്ക് കാരണമാകുന്നു. അടുത്താണ് ഗോയിറ്റർ. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിൻ്റെ അഭാവം മൂലം തൊണ്ടയിലെ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നു? വലുതാകുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ. തൊണ്ടമുഴ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനത്തിന് അയഡിൻ ഒരു അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. അപ്പോൾ അതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് എന്ത്? ഗോയിറ്റർ. പോഷകേതര ഘടകങ്ങളാണ്, അതായത് നാരുകളുണ്ട് അല്ലേ, നാരുകൾ, ഫൈബേഴ്സ്. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസ് ആണ് എന്ത്? നാരുകൾ പോഷകഘടകമാണോ? അല്ല. അപ്പോൾ അതൊരു ക്വസ്റ്റ്യനാണ്. നാരുകൾ പോഷകഘടകമല്ല എങ്കിലും ദഹനം, വൻകുടലിലൂടെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് നാരുകളാണ്. ദഹനവും വൻകുടലിലൂടെയുള്ള വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളലൊക്കെ സുഗമമാക്കുന്നത് എന്താണ്? നാരുകളാണ്. തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറി, പച്ചക്കറി, വാഴയുടെ പിണ്ടി, വാഴക്കൂമ്പ്, ഇതിലൊക്കെ എന്തുണ്ട്? ധാരാളം ഫൈബർ കണ്ടൻ്റ് ആയിട്ടുള്ള ഫുഡുകളാണ് അതൊക്കെ. ജലം.
നമ്മുടെ ശരീരത്തിൽ ഏതാണ്ട് 70% ജലമാണ്. ദഹനം, രക്തചംക്രമണം, വിസർജനം തുടങ്ങി വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ ശരീരത്തിൽ നിന്ന് ജലനഷ്ടമുണ്ടാകുന്നു. അതിനാൽ ധാരാളം ശുദ്ധജലം കുടിക്കണം. കുട്ടികൾ ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വെള്ളം വരെ കുടിക്കണം. തക്കാളി, വെള്ളരി, തണ്ണിമത്തൻ തുടങ്ങിയ പച്ചക്കറികളിൽ ധാരാളം ജലം അടങ്ങിയിരിക്കുന്നു. ഇനി എന്താണൊരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ, ആരോഗ്യം നിലനിർത്തുന്നതിന് നിശ്ചിത അളവിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വൈറ്റമിൻസ്, ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെയാണ് നമ്മൾ സമീകൃത ആഹാരം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫുഡ് പ്ലേറ്റിൽ എന്തൊക്കെ വേണമെന്ന് കുട്ടികൾക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പഴക്കറികൾ ഒരു 400 ഗ്രാം വയ്ക്കുക, പഴങ്ങൾ 100 ഗ്രാം, പയറുവർഗ്ഗങ്ങൾ 85 ഗ്രാം, അതേപോലെ പാലോ തൈരോ 300 ml വയ്ക്കുക, അണ്ടിപ്പരിപ്പ് വിത്തുകൾ 30 ഗ്രാം, കൊഴുപ്പുകൾ 27 ഗ്രാം, ധാന്യങ്ങൾ. ഇതാണൊരു ബാലൻസ്ഡ് ഡയറ്റിലൊരു ഫുഡ് പ്ലേറ്റിൽ കണ്ടൻറ്റ്. കലോറി. അപ്പോൾ അവസാനമായിട്ട് കലോറി എന്ന് പറഞ്ഞിട്ടൊരു ബോക്സും കൂടി കൊടുത്തിട്ടുണ്ട്. ഭക്ഷണത്തിലെ ഊർജ്ജത്തിൻ്റെ അളവ് കണ്ടെത്തുന്ന യൂണിറ്റാണ് കലോറി. ശ്വസനം, രക്തചംക്രമണം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ഊർജ്ജം വേണം. ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് പ്രതിദിനം ശരാശരി 1900 മുതൽ 2400 കിലോ കലോറി വേണം. അതേപോലെ ശാരീരിക അധ്വാനമുള്ളൊരു സ്ത്രീക്കാണെങ്കിൽ 1600 തൊട്ട് 2000 കലോറി വരെ ഊർജ്ജം വേണം. 2400, 2000, 1900, 1600 അതൊന്ന് റേഞ്ച് മനസ്സിലാക്കി വയ്ക്കും. അതുപോലെ ഒരു മുതിർന്ന കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ 1200 മുതൽ 1400 വരെ കലോറി ഊർജ്ജമാണ് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു റേഞ്ച് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇതൊക്കെയാണ് 1ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് 6ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ബയോളജി സയൻസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.